വിശാഖപട്ടണത്തുള്ള MVP പോലീസ് സ്റ്റേഷനിലെ ഒരു കോൺസ്റ്റബിൾ ആയിട്ടായിരുന്നു രമേശ് എന്ന് പറയുന്ന ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അയാളുടെ ഭാര്യയുടെ പേര് ശിവാനി എന്നായിരുന്നു. 10 വർഷങ്ങൾക്ക് മുൻപാണ് ഇവരുടെ വിവാഹം കഴിയുന്നത്. നല്ല രീതിയിൽ ഇവരുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു കാര്യം സംഭവിക്കുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 2, 2023 രാവിലെ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പോലീസ് സ്റ്റേഷനിലോട്ടൊരു കോൾ വരികയാണ്. രമേശിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ആ കോൾ വന്നത്. തലേ ദിവസം രാത്രി ഉറങ്ങാൻ കിടന്ന രമേശ് പിറ്റേ ദിവസം എഴുന്നേറ്റില്ല എന്നുള്ളതായിരുന്നു പോലീസുകാർ അറിഞ്ഞ ഒരു കാര്യം. അതായത് തലേ ദിവസം ഇവിടെ നിന്ന് നാളെ കാണാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു വൈകുന്നേരം 6 മണിക്ക് തൻ്റെ കൊളീഗ്സിനോടൊക്കെ ടാറ്റ പറഞ്ഞ് കയറ്റി പോയ ആൾ പിറ്റേ ദിവസം രാവിലെ മരിച്ചൊരു വാർത്തയായിരുന്നു ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ കേട്ടത്. ഇത് കേട്ടവർ ഉടനെ തന്നെ രമേശിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. പോലീസുകാർ വന്ന് നോക്കിയപ്പോൾ ആൾ ഉറങ്ങാൻ കിടന്ന് പിന്നെ ഹാർട്ട് അറ്റാക്ക് എന്തോ ഒന്ന് മരിച്ച പോലെയായിരുന്നു അവർക്ക് ആദ്യം തോന്നിയത്. നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അറിയാം ആർക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ വരും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. പല യങ് ആയിട്ടുള്ള ആളുകൾക്കും ഹാർട്ട് അറ്റാക്കും മറ്റൊക്കെ വന്ന് മരണപ്പെടുന്നത് നമ്മൾ പലപ്പോഴും എന്താ പറയുക കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ പോലീസുകാരങ്ങനെ ചിന്തിച്ചു. പിന്നീട് ഭാര്യയോട് ചോദിച്ചു തലേദിവസം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ ഭാര്യ പറഞ്ഞു എന്നത്തെയും പോലെ ആൾ ജോലി കഴിഞ്ഞ് വന്നു, അതിനുശേഷം ഫ്രഷായി, പിന്നെ കുട്ടികളായിട്ട് കുറച്ച് നേരം കളിച്ചു, അതിനുശേഷം ഇവിടെ മട്ടൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, ആ മട്ടണും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നീട് ആൾ രാത്രി എന്താ പറയുക നല്ല രീതിയിൽ മദ്യപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജോലിയുടെ എന്തെങ്കിലും ടെൻഷൻ ആയിരിക്കും എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചത്. അതിനുശേഷം ആൾ ഇതേപോലെ തന്നെ ഉറങ്ങാൻ പോയി കിടന്നു, ഞാനും കിടന്നു. പിന്നീട് രാവിലെ എന്നത്തെയും പോലെ വിളിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് പോയപ്പോഴാണ് ആൾ എഴുന്നേൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഭാര്യ പറഞ്ഞത്. എന്നാൽ ഒന്നും തന്നെ പോലീസിന് ഒരു കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. അവസാനം ഈ ഒരു ബോഡി ഓട്ടോപ്സിക്ക് അയക്കാനായിട്ട് പോലീസുകാർ തീരുമാനിക്കുകയാണ്. ഇതൊരു നാച്ചുറൽ ഡെത്ത് അല്ലാന്നും സംശയമുണ്ട് എന്നുള്ളൊരു തരത്തിൽ ആ ഒരു ബോഡി അങ്ങനെ പോലീസുകാർ ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്. അപ്പോൾ അന്ന് രാത്രി എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്, രമേശിൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, പോലീസുകാർ ഈ ഒരു കേസ് എങ്ങനെയൊക്കെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്, എന്താണ് രമേശിൻ്റെ സ്റ്റോറി, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു. പോലീസുകാർ സംശയിച്ചതുപോലെ തന്നെ രമേശിൻ്റേത് ഒരു നാച്ചുറൽ ഡെത്ത് ആയിരുന്നില്ല. ആളെ ആരോ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതായിരുന്നു. പോലീസുകാർ നോക്കുന്ന സമയത്ത് ആ വീട്ടിൽ ആകെപ്പാട ആളുടെ ഭാര്യയായിട്ടുള്ള ശിവാനിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ രാവിലെ അവർ വന്നു, ഇതേപോലെ തന്നെ ഒച്ചെടുത്ത് നാട്ടുകാർ അറിഞ്ഞിട്ടാണ് നാട്ടുകാർ വന്ന് നോക്കുമ്പോൾ ഇതേപോലെ തന്നെ മരിച്ചു കിടക്കുന്നത് കണ്ടത്. അപ്പോൾ അവരുടെ പ്രൈം സസ്പെക്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും ശിവാനിയായിരുന്നു. അങ്ങനെ പോലീസുകാർ ശിവാനിയെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ ശിവാനി ഒന്നും തന്നെ വിട്ടു പറഞ്ഞില്ല. നിങ്ങളെന്താണ് എന്നെ ഇതേപോലെ തന്നെ പിടിച്ചെടുത്ത് ചോദ്യം ചെയ്യുന്നത്? ഈ 2 പെൺകുട്ടികളെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് തന്നെ അറിയില്ല. അവർക്ക് 2 പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കുട്ടികളെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ഇതേപോലെ തന്നെ ചോദ്യം ചെയ്തതിന് ശേഷം പറഞ്ഞു വിട്ടു. അപ്പോൾ അവർ ഇതേപോലെ തന്നെ നാട്ടുകാരോടും പറയാണ്, അതായത് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്, ഇപ്പം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓരോരോ കാര്യങ്ങളാണ്, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ വളരെ എന്താ പറയുക സിമ്പതി കിട്ടുന്ന രീതിയിൽ അവർ സംസാരിക്കുകയാണ്. അപ്പോൾ നാട്ടുകാരും പോലീസിനെതിരെ സംസാരിക്കുകയാണ്. ഒരു പോലീസുകാരന് തന്നെ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം എന്തായിരിക്കും, അങ്ങനെ ഇങ്ങനെ പോലീസിൻ്റെ മേൽ നല്ല രീതിയിലുള്ള ഒരു പ്രഷർ വരാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ പോലീസുകാർ ഈ ഒരു കേസ് കുറച്ചുകൂടെയും എന്താ പറയുക ദ്രുതഗതിയിലാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ശിവാനിക്ക് ഇതുമായിട്ട് എന്തൊക്കെയോ കണക്ഷൻ ഉണ്ടെന്നുള്ളത് പോലീസിന് തോന്നുകയാണ്. അങ്ങനെ ശിവാനിയുടെ കോൾ ഡീറ്റെയിൽസും മറ്റുമൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഒരു നമ്പറിലോട്ട് സ്ഥിരമായിട്ട് കോള് പോരുന്നതായിട്ട് പോലീസിന് മനസ്സിലായി. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ആ നമ്പറും വേറെ നമ്പറൊക്കെ ആയിട്ട് ഒരു കോൺഫറൻസ് കോളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്താ പറയുക ഒരു പേഴ്സണലായിട്ടുള്ളൊരു മേർഡർ ആയിരുന്നോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ഏതെങ്കിലും ടീം ഇയാളെ തീർത്തതാണോ എന്നുള്ളൊരു തരത്തിലും പോലീസിന് സംശയം ഉണ്ടായിരുന്നു. അതായത് ഈ രമേശിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആളൊരു സത്യസന്ധനായിട്ടുള്ളൊരു പോലീസ് ഓഫീസേഴ്സാണ്. പോലീസിലാവുമ്പോൾ തന്നെ അത്യാവശ്യം ശത്രുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ശത്രുക്കൾ ചെയ്ത ഒരു പണിയാണോ എന്നുള്ള ഒരു രീതിയിൽ വരെ അവർ അന്വേഷിക്കുകയാണ്. പിന്നെ ശിവാനി ഈ രമേശ് പോലീസ് സ്റ്റേഷനിൽ പോയതിന് ശേഷമാണ് ആ നമ്പറിലോട്ട് സ്ഥിരമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നത്. ആൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചെത്തിയതിന് ശേഷം അങ്ങനെ കോളുകളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാരാണെന്ന് നോക്കിയപ്പോൾ വെങ്കിട്ടരമണ എന്ന് പറയുന്ന ഒരാളുടെ നമ്പറായിരുന്നു അത്. അതായത് ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ഒരാളായിരുന്നു. ആൾ ഒരു ടാക്സി ഡ്രൈവറായിരുന്നു. ആളുടെ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആളുടെ ഭാര്യ ആളുടെ ഒപ്പമായിരുന്നില്ല, സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ പോലീസ് വെങ്കട്ടരമണയെ കസ്റ്റഡിയിലെടുത്തു. ആളെ ചോദ്യം ചെയ്യേണ്ടതുപോലെ ചോദ്യം ചെയ്തപ്പോൾ അവസാനം അയാൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. അയാൾ നടന്ന എല്ലാ കാര്യങ്ങളും പോലീസിനോട് തുറന്നു പറയുകയാണ്. ഈ ഒരു വെങ്കട്ടരമണയ്ക്ക് ഓൾറെഡി രമേശിനെയും അതേപോലെ തന്നെ ശിവാനിനെയും എല്ലാവരെയും അറിയാം. കാരണം അവരുടെ വീട് തൊട്ടടുത്താണല്ലോ. അപ്പോൾ ആളൊരു ടാക്സി ഡ്രൈവറാണ്. ആളുടെ വണ്ടി ആളുടെ വീടിൻ്റെ അവിടെയായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. എന്നാൽ കുറച്ചായിട്ട് ഇപ്പോൾ രമേശിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു ആൾ പാർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ആളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ സ്ഥലം കുറച്ച് കുറവായിരുന്നു. ഇവരുടെ വീടിൻ്റെ അവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാണ്. അപ്പോൾ രമേശിന് ഈ കാര്യം അറിയാം. അതങ്ങനെ ഒരു നോർമലായിട്ടുള്ളൊരു കാര്യമായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ
അപ്പോൾ അതിനിടയിലാണ് ഈ ഒരു ശിവാനിയും ഇയാൾ സംസാരിക്കുന്നത്. ഇയാൾ ഇതേപോലെ തന്നെ വണ്ടി ഇവിടെ കൊണ്ടുവന്നിരുന്നു. അതേപോലെ തന്നെ ഒരു ദിവസം ശിവാനി ഇറങ്ങി വരുന്നു. ഇവർ സാധാരണ അയൽവാസികൾ കാണുന്നത് പോലെ സംസാരിക്കുന്നു. പിന്നീട് ദിവസം സംസാരിക്കാനായിട്ട് തുടങ്ങി. ആദ്യം ഇടക്കിടക്കുണ്ടായിരുന്ന സംസാരം. പിന്നീട് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവാനി ഇയാൾ വണ്ടി കൊണ്ട് വന്നിടുന്നതും അതുപോലെ തന്നെ വണ്ടി എടുത്തു കൊണ്ടുപോകാനായിട്ട് വരുന്നത് തുടങ്ങിയിട്ടുള്ള സമയങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി, ഇയാളായിട്ട് സംസാരിക്കാനായിട്ട്. അങ്ങനെ സംസാരം കൂടി പിന്നീട് ഫോൺ നമ്പറൊക്കെ എക്സ്ചേഞ്ച് ചെയ്തുള്ള സംസാരമായി. പിന്നീട് സംസാരത്തിൻ്റെ അപ്പുറത്തോട്ടും കാര്യങ്ങൾ പോയി. ഇവർ തമ്മിൽ ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉടലെടുക്കുകയാണ്. പിന്നീട് ഉണ്ടായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രമേശ് ഇല്ലാത്ത സമയങ്ങളിൽ ശിവാനി ആളുടെ വീട്ടിലോട്ട് പോകുന്നതും ആൾ ശിവാനിയുടെ വീട്ടിലോട്ട് വരുന്നതും ഒക്കെ പതിവായിരുന്നു. 2 വയസ്സും 5 വയസ്സും പ്രായമുള്ള 2 പെൺകുട്ടികൾ ആ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ മറ്റൊരു കാര്യം. അപ്പോൾ ഇതൊന്നും ആ ഒരു സ്ത്രീ ബോധർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ കുട്ടികൾ ആ ഒരു സമയത്ത് എന്താ പറയുക, നോക്കുമ്പോൾ ഏതോ ഒരു അങ്കിള് വീട്ടിലോട്ട് വരുന്നു, പിന്നീട് പോകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ഒരു അങ്കിള് വീട്ടിലോട്ട് വരുന്നു, എന്തെങ്കിലും കാര്യത്തിന് ഒന്നായിരിക്കും പോകുന്നു. ആ ഒരു തരത്തിൽ മാത്രമായിരിക്കും അവർ ഇതിനെക്കുറിച്ച് അങ്ങോട്ട് ചിന്തിച്ചിട്ടുണ്ടാകുക ആ ഒരു സമയത്ത്. എന്നാൽ രമേശിന് എന്തൊക്കെയോ പന്തികേട് ഫീൽ ചെയ്യാണ്. കാരണം ഭാര്യയ്ക്ക് തൻ്റെ അടുത്ത് പഴയ പോലെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, അതുപോലെ തന്നെ വലിയ കാര്യമായിട്ട് സംസാരമൊന്നുമില്ല. അപ്പോൾ എന്തൊക്കെയോ സീനുണ്ടെന്നുള്ളത് ആളിങ്ങനെ മൈൻഡിൽ വെക്കുകയാണ്. അങ്ങനെ ആൾ കുറച്ചുകൂടി ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ ഒരു വെങ്കട്ടരമണയുമായിട്ട് ഇത്തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതായിട്ട് ആൾ അറിയുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഭാര്യ ആൾ ഉപദേശിക്കുകയും ചെയ്തു. നമുക്ക് 2 പെൺമക്കളാണ്, ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, നമുക്ക് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ അത് ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ അതിനുശേഷം ആ ഒരു സ്ത്രീ എന്താ പറയുക ഇയാളായിട്ട് തർക്കിച്ചു. അപ്പോൾ ഇയാൾ വേറെയും കുറേ കാര്യങ്ങൾ പറഞ്ഞു. നിനക്ക് ഡിവോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിവോഴ്സ് തരാം, കുട്ടികളെ പക്ഷേ എനിക്ക് വേണം, നീ എന്തായാലും അങ്ങനെ ഒരാളുടെ അടുത്ത് പോവാണ്, കുട്ടികളെ തരാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളും പറയാണ്. ഒരു സമയത്ത് ഈ ഒരു സ്ത്രീ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അടിയായി നേരെ അയാളുടെ ഒപ്പം പോയി താമസിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഈ രമേശിൻ്റെയും ശിവാനിയുടെ ഒക്കെ വീട്ടുകാരെ ഇടപെട്ടു, ആകെ പ്രശ്നം വഷളായി. അതിനുശേഷം വീണ്ടും ഈ രമേശും ശിവാനിയും ഒരുമിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴൊക്കെ ഈ രമേശിനെ അറിയാം തൻ്റെ ഭാര്യയ്ക്ക് തന്നെക്കാട്ടിലും താല്പര്യം അപ്പുറത്തെ വീട്ടിലത്തെ അയാളോടാണ്. എന്നാലും മക്കൾക്ക് വേണ്ടിയിട്ട് ആളിങ്ങനെ നിൽക്കുന്നൊരു സിറ്റുവേഷനിലൂടെയായിരുന്നു കാര്യങ്ങളൊക്കെ പോയത്. അപ്പോഴാണ് പിന്നെ വീണ്ടും ഇയാൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് വേണമെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് തരാം, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ലൈഫ് നിനക്ക് ഇഷ്ടമുള്ള ആൾക്കാരോടൊപ്പം ജീവിച്ചു, പക്ഷേ മക്കളെനിക്ക് തരാൻ പറ്റില്ല, നാളെ മക്കളെ അയാളെ എങ്ങനെ നോക്കൂ എന്നുള്ളത് എനിക്ക് അറിയില്ല, അതേപോലെ തന്നെ നിനക്ക് നിൻ്റെ ഇഷ്ടത്തിന് പോകാനെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ തരാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. എന്നാൽ ശിവാനിയുടെ ഉള്ളിലിരിപ്പ് വേറെയായിരുന്നു. ശിവാനിക്ക് സ്വന്തം മക്കളെയും വേണം, പിന്നെ കാമുകനായിട്ടുള്ള വെങ്കട്ടരമണയും വേണം. അതിനോടൊപ്പം തന്നെ ഇയാളോട്ട് വേണ്ടേം താനും ഇയാളുടെ ബെനിഫിറ്റ്സ് വേണം. കാരണം ഇയാളൊരു ഗവൺമെൻറ് എംപ്ലോയി ആണല്ലോ, ഇയാളൊരു പോലീസ് കോൺസ്റ്റബിൾ ആണ്. അപ്പോൾ ഇയാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടും, അതുപോലെ തന്നെ ഒരുപാടധികം പൈസ കിട്ടും, കാര്യങ്ങളെല്ലാം തന്നെ കിട്ടും. അതുകൊണ്ട് അയാളെ കൊണ്ട് ഗുണമുണ്ട്, അപ്പോൾ അതും വേണം. അങ്ങനെ ഇയാളെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബെനിഫിറ്റ്സൊക്കെ തനിക്ക് കിട്ടും, അതാരും അറിയാതിരുന്നാൽ പോലെ എന്നുള്ളൊരു ചിന്ത അവർക്ക് വരികയാണ്. അപ്പോൾ ഈ പ്ലാൻ വെങ്കട്ടരമണയുടെ അടുത്തും ഇവർ ഡിസ്കസ് ചെയ്തു. അതായത് നമുക്ക് നൈസായിട്ട് രമേശനെ അങ്ങ് കൊന്നു കളയാം, ആരും അറിയാതെ ഒരു നാച്ചുറൽ ഡെത്ത് പോലെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ജോലി എനിക്ക് കിട്ടും, അതേപോലെ തന്നെ മക്കൾക്കും അങ്ങനെയുള്ള ഒരുപാടധികം ആനുകൂല്യങ്ങൾ കിട്ടും, പിന്നെ കുറേ പൈസ കിട്ടും. അത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളൊരു പ്ലാൻ ഇതേപോലെ തന്നെ ശിവാനിയും വെങ്കട്ടരമണയും കൂടി ഇടുകയാണ്. അപ്പോൾ ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് ഫണ്ട് വേണം. ആ ഒരു പൈസക്ക് വേണ്ടിയിട്ട് ശിവാനി ഗോൾഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു 1.5 ലക്ഷം രൂപ എന്താ പറയുക ഗോൾഡ് പ്ലഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് 1 ലക്ഷം രൂപയോളം ഈ ഒരു വെങ്കട്ടരമണ ആളുടെ സുഹൃത്തിന് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ തന്നെ ഒരു കോൺസ്റ്റബിളിനെ കൊലപ്പെടുത്തണം, നമ്മളാണ് കൊന്നതെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു കൊലപാതകമാണെന്നോ ഉള്ള കാര്യം പുറം ലോകം അറിയരുത്, ആ ഒരു രീതിയിൽ നീറ്റായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ടിനെ പ്രലോഭിപ്പിക്കുകയാണ്. പിന്നെയും പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. അവസാനം ആ ഒരു ഫ്രണ്ട് ഈ ഒരു എന്താ പറയുക കൊലപാതകത്തിൽ പങ്കാളിയാകാമെന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ പ്ലാൻ ചെയ്ത ദിവസം വന്നെത്തി, ഓഗസ്റ്റ് 1-ാം തീയതി. അപ്പോൾ അന്ന് ശിവാനി മട്ടണൊക്കെ വെച്ച് ഭർത്താവിനെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഭർത്താവ് വൈകുന്നേരം അങ്ങോട്ട് എത്തി. സാധാരണ പോലെ ആൾ കുളിച്ച് ഫ്രഷായി മക്കളുമായിട്ട് കുറച്ച് നേരം കളിച്ചു. പിന്നീട് ആൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ മട്ടണൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ആളും കുറച്ച് സന്തോഷമായി. ആൾ മട്ടൺ ഇങ്ങനെ കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ശിവാനി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുപ്പി കൊണ്ട് കൊടുത്തു. എനിക്കിന്ന് നിങ്ങളോട് കുറച്ച് സംസാരിക്കാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ എന്തായാലും 2 അടിക്ക്, എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ അയാളും ഹാപ്പിയായി. ഇതെന്താണ് ഭാര്യയ്ക്ക് ഇത് എന്ത് പറ്റി, സാധാരണ ഡെയിലി അലമ്പാണല്ലോ, ഇപ്പം ഒരു കുപ്പിയോ കൊണ്ട് തരാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആളെങ്ങനെ മദ്യപിക്കാനായിട്ട് തുടങ്ങി. മദ്യപിച്ചു ഒരുവിധം എന്താ പറയുക ലെക്ക് കിടന്ന സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അതിൻ്റെ ഇടയിൽ ശിവാനി വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ബോധമുള്ള സമയത്ത് എന്നെക്കുറിച്ച് നല്ലതൊന്നും പറയില്ല, നിങ്ങളിപ്പോൾ കുടിച്ച് ബോധമില്ലാത്തൊരവസ്ഥയാണല്ലോ, ഇപ്പോഴെങ്കിലും എന്നെക്കുറിച്ച് ഒരു 4 നല്ല വർത്താനം പറയാനായിട്ട് പറയാണ്. എന്നിട്ട് അത് മൂപ്പരുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. തൻ്റെ വൈഫ് തനിക്ക് ജീവനാണെന്നും അവരില്ലാത്തൊരു ജീവിതം തനിക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നും അതേപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തിനാണ് ഇവർ ഇത്തരത്തിലൊരു വീഡിയോ എടുത്തു വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ
അപ്പോൾ ഞാനൊരു ഹസ്ബൻഡും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു തെളിവായിട്ടായിരുന്നു ഇവർ അത്തരത്തിലുള്ളൊരു വീഡിയോ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും സ്നേഹത്തോടു കൂടി ആൾ അടിച്ചിട്ട് തൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും അവർക്ക് യാതൊരു മനസ്സലിവും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇയാളെങ്ങനെ കുടിച്ച് ബോധം കെട്ട് നിലത്ത് വീഴുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. കാരണം ആ ഒരു മദ്യത്തിൽ ഓൾറെഡി കുറച്ച് ഉറക്ക ഗുളികയും ഇവർ ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് തൻ്റെ കാമുകനെ ഈ ശിവാനി വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ വെങ്കട്ടരമണയും ആളുടെ ഫ്രണ്ടും വന്നു, ഇയാളെടുത്ത് നേരെ കട്ടിലുകൊണ്ട് കിടത്തി. പിന്നീട് ഇയാളെ മുഖത്ത് തലയണ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ്. ആ സമയത്ത് കയ്യും കാലം ഒരാൾ പിടിച്ചു, അതുപോലെ തന്നെ ഒരാൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ഈ സമയത്ത് ഈ ശിവാനി ഇതൊക്കെ നോക്കിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ആളുടെ ഒരു അവസാന നിമിഷം. അതിനുശേഷം ഇനി തങ്ങളെ ആരും കണ്ടുപിടിക്കില്ല എന്നുള്ളൊരു തരത്തിൽ ശിവാനി അഭിനയിക്കുകയാണ്. അതായത് അന്ന് അതിനുശേഷം രണ്ടുപേരുടെ വീട്ടിലോട്ട് പോയി ശിവാനി അപ്പുറത്ത് പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഭർത്താവിനെ എഴുന്നേൽപ്പിക്കുന്നത് പോലെ, അതായത് ആളൊരു 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കുന്ന ഒരാളാണ്. അപ്പോൾ 6 മണിയായിട്ടും ഭർത്താവ് എഴുന്നേറ്റില്ലല്ലോ എന്നുള്ളൊരു മൂഡിൽ ആൾ വന്ന് കയറ്റി ഭർത്താവിനെ എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ ഭർത്താവ് എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ ഇവർ ഒച്ച വെക്കുകയാണ്. ആ ഒരു ഒച്ച കേട്ട് നാട്ടുകാർ ഓടിക്കൂടാണ്. ആ ഒരു രീതിയിലുള്ളൊരു സ്റ്റോറിയായിരുന്നു അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ ആക്ട് ചെയ്തു. അപ്പോൾ നാട്ടുകാരൊക്കെ വന്നു. അതിനുശേഷം പോലീസിന് വിവരം അറിയിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നു. അപ്പോൾ പോലീസുകാർ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ വീഡിയോ ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കള്ളുടിച്ചപ്പെടുത്ത വീഡിയോ. അതായത് എൻ്റെ ഭാര്യ അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ലതാണ് അങ്ങനെയൊക്കെ പറയുന്നൊരു വീഡിയോ. അപ്പോൾ പോലീസിന് വേറൊരു സംശയം തോന്നി. ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ വിഷയമൊന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചേക്കുന്നത് എന്നുള്ളൊരു സംശയം തോന്നുകയാണ്. അതിൻ്റെ പിറകിലും അവർ കുറേ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു സ്ത്രീയാണ് ഇതിൻ്റെ ബാക്കിൽ എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് ലഭിച്ചത്. അപ്പോൾ ഇതാണ് രമേശ് എന്ന് പറയുന്ന 35 വയസ്സുള്ള കോൺസ്റ്റബിളിൻ്റെ ലൈഫിൽ സംഭവിച്ചത്. എന്നത്തെയും പോലെ ജോലിയൊക്കെ കഴിഞ്ഞ് ആൾ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി പിറ്റേ ദിവസം എന്നിട്ട് ജോലിക്ക് വന്ന് വിചാരിച്ചതായിരുന്നു. എന്നാൽ അന്നത്തെ രാത്രി ആൾ നേരം വെളുപ്പിച്ചില്ല. 2012 രമേശിൻ്റെയും ശിവാനിയുടെ കല്യാണം കഴിഞ്ഞ് ഏകദേശം 10 വർഷത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് നാളുകളായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ട് അതിന് മുൻപ് വളരെ സ്മൂത്തായിട്ടായിരുന്നു ഇവരുടെ ലൈഫൊക്കെ പോകുന്നുണ്ടായിരുന്നത്. അതിനുശേഷം ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ വന്നിട്ട് ഇവരുടെ ലൈഫ് ആകെപ്പാടെ താറുമാറുക ആവുകയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ 2 കുട്ടികളായിരുന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛനാണെന്നുണ്ടെങ്കിൽ മരിച്ചും പോയി, അമ്മയാണെന്നുണ്ടെങ്കിൽ ജയിലിൽ. എന്തിനാണ് ജയിലിൽ പോയിരിക്കുന്നത്? അച്ഛനെ കൊന്നിട്ട്. അതിൻ്റെ കാരണം എന്താണ്? ആ പിള്ളേരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഇവരെന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയിലിലാണ്, ഇതേപോലെ തന്നെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.